ഇപ്പം പറയുന്നു, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസ് പല പഞ്ചായത്തുകളും പത്തനാപുരത്ത് പിടിച്ചെടുത്തു. കോൺഗ്രസ് ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് നിന്ന് പ്രവർത്തിക്കുന്നു, അയാൾ ജയിക്കും എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ചാൽ ജയിക്കില്ല. 100% അടിവരയിട്ട് പറയാൻ ജയിക്കില്ല. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ഗണേഷ് കുമാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവിടെ ഓർത്തഡോക്സ് സഭയും മറ്റുള്ള സഭകളുമായിട്ടൊരു ബന്ധമുണ്ട്. അത് പൊളിക്കണം. അത് പൊളിച്ചാൽ മാത്രമേ അവിടെ ഒരു കാൻഡിഡേറ്റ് ജയിക്കത്തുള്ളൂ. കാരണം അവിടെയുള്ള അതായത് കൊട്ടാരക്കര, പത്തനാപുരം, അടൂര്, കോന്നി, പുനലൂര്, ഈ 4 കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കുക. ഇവിടെ ഓർത്തഡോക്സ് സഭയ്ക്ക് ഭൂരിപക്ഷമല്ല, നിർണായകമായ വോട്ടുകളുണ്ട്. അതായത് പ്രത്യേകിച്ച് പത്തനാപുരത്ത്, അത് മൗണ്ട് താബോർ ഡേറയാണെങ്കിൽ അതുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഓർത്തഡോക്സ് പള്ളികളുണ്ട്, ഓർത്തഡോക്സ് വിശ്വാസികളുണ്ട്, പെന്തക്കോസുകാരുണ്ട്. പിന്നീട് വരുന്ന മർത്തമൈറ്റ്സ് ആണ്. ഈ ബെൽറ്റിൽ, ഈ ഭാഗത്ത് കൂടുതലായിട്ട് കാത്തലിക് കമ്മ്യൂണിറ്റി ഇല്ല. പുനലൂരും ആ ബെൽറ്റ് ഭാഗത്തായിട്ട് കുറച്ച് ലാറ്റിൻ കാത്തലിക്സ്, പിന്നെ സിറിയൻ ക്രിസ്ത്യൻസ് ഉണ്ട്. അതായത് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പോയ ഒരു സിറിയൻ കാത്തലിക്സ് ഉണ്ട്, അവരുമുണ്ട്. ഇത്രയാണ് അവിടെ പ്രബലമായ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, എങ്ങനെ ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ സാധിക്കും, എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ, അതായത് പകരം വീട്ടുക എന്നൊരു സംഭവമുണ്ട് രാഷ്ട്രീയത്തിൽ. പക്ഷെ ഇന്ന് വരെ കേരളത്തിൽ ഈ കോൺഗ്രസ്സുകാർക്ക് അതിനെപ്പറ്റി ഒന്നും ഗാഢമായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. എങ്ങനെ ഗണേഷ് കുമാറിനെ തോൽപ്പിക്കും, ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് എങ്ങനെ ഉമ്മൻചാണ്ടിയും അതേപോലെ തന്നെ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ UDF പാളയത്തിലോട്ട് കൊണ്ടുവരും, ഇതാണ് ചോദ്യം.